ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. കുറേ പേര് ചോദിച്ചിരുന്ന കുറച്ച് സംശയങ്ങൾ, അതേമാതിരി തന്നെ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ ദേവിക്കൊക്കെ ഉടുത്തു കൊടുക്കുന്ന ആ ഒരു ഡ്രസ്സിൻ്റെത്, ആഭരണത്തിൻ്റെതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീടിൻ്റെ മുമ്പിൽ ഞാൻ പിള്ളയാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ തേങ്ങ ഉടച്ച് പഴം വെച്ചിട്ട് നമ്മൾ പൂജ കഴിക്കാറാണ് പതിവ്. അത് കഴിഞ്ഞതിന് ശേഷം ദേവി പൂജയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ദേവിക്ക് ഉടുത്തു കൊടുക്കുന്ന ഡ്രസ്സാണിത്. ഇതൊക്കെ എവിടുന്നാണ് വാങ്ങിച്ചത് എന്ന് ചോദിച്ചവരുണ്ട്. പെരുമാൾ സ്റ്റോഴ്സ്, ഗിരി സ്റ്റോഴ്സ്, അതേമാതിരി തന്നെ തമിഴ്, ഇവിടെയൊക്കെയാണ് ഞാൻ പോയിട്ട് വാങ്ങിക്കാറുള്ളത്. പിന്നെ കുറച്ച് എൻ്റെ ആഭരണം, ആ പാലക്കട വട്ടത്തിലുള്ളതൊക്കെ എൻ്റെ. അതേമാതിരി തന്നെ ദേവിക്ക് ഞാൻ സ്വർണ്ണത്തിൽ തന്നെ താലി ആക്കി വെച്ചിട്ടുണ്ട്. അത് എപ്പോഴും സ്ഥിരമായിട്ട് ദേവിക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അതേമാതിരി തന്നെ പിന്നെ ബാക്കിയുള്ളതൊക്കെ ആഭരണങ്ങളൊക്കെ, ദേവിയുടെ ആഭരണങ്ങളൊക്കെ, ഇതുപോലെയുള്ള ദൈവങ്ങൾക്ക് ഇടാനുള്ള ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ അടുത്തുള്ള കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പെരുമാളായാലും അതേമാതിരി തന്നെ കരാമേലത്തെ ഗിരി ആയാലും അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് കിട്ടാവുന്നതാണ്. അപ്പോൾ കിരീടം, ഇതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്ത് വാങ്ങിക്കാനുള്ള ക്ഷമയാണ് കേട്ടോളൂ. അതായത് ആ പ്രഭ, ഇതെല്ലാം തന്നെ നമുക്ക് കിട്ടും, കിട്ടാത്തതല്ല. പിന്നെ ഇത് നമ്മളൊക്കെ ചൂസ് ചെയ്ത് വാങ്ങിക്കൽ മാത്രമല്ല, നമ്മൾ ഒരുക്കുന്നു എന്നുള്ളത്, ഇതൊന്നും എനിക്കാരും ട്രെയിനിങ് തന്നൊരു കാര്യമൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ദൈവത്തിനോടുള്ള ഭക്തിയും, നമ്മളെങ്ങനെ നമ്മുടെ പൂജാമുറിയും നമ്മുടെ വീടും വെക്കുന്നു എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സും കലാരൂപങ്ങളൊക്കെയാണ് അല്ലേ. ഓരോ ആർട്ടാണ്, ആ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു രീതിയാണ് നമ്മളത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതല്ലാതെ എന്താ പറയുക, ഇന്ന മാതിരി ചെയ്യൂ, അതേമാതിരി ഇതുമാതിരി ട്യൂട്ടോറിയലായിട്ടുള്ള രീതിയിൽ ചെയ്യൂ, അതൊന്നും ആരും നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെയാണ് അന്ന് എനിക്ക് ദേവിയെ ഒരുക്കാൻ തോന്നിയത്, സോ ഞാൻ ഇങ്ങനെ ഒരുക്കുന്നു, അങ്ങനെയുള്ളൊരു രീതിയാണ് നടന്നു വരുന്നത്. അതേമാതിരി എൻ്റെ പൂജാമുറിയിലും ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഇത് എവിടുന്ന് കണ്ടിട്ടാണ് എന്നുള്ളത്. ഇത് എവിടുന്ന് കണ്ടിട്ടുള്ളതൊന്നുമല്ല, ഇത് നമ്മൾ നമ്മുടേതായിട്ടുള്ള മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ ഇതുപോലെയൊക്കെയാണ് കേട്ടോളൂ ഒരുക്കുന്നത് വെള്ളിയാഴ്ച. അപ്പോൾ അതൊക്കെയാണ് പൂജാവിശേഷങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ഗാർഡനിലേക്ക് പോവാം. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാം വളരാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാം നല്ല രീതിയിൽ വളരുന്നുണ്ട് ഈശ്വരൻ അനുഗ്രഹം കൊണ്ട്. എപ്പോഴും ഞാനത് പറയും. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു സാധനമൊക്കെ വളർന്ന് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എന്താ വെച്ചാൽ ഭൂമി അങ്ങനെയാണ്, നമ്മളതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റേതായിട്ടുള്ള ആ ഒരു കഴിവും അതിന് മെനക്കേടും എല്ലാം അങ്ങനെയാണ് അതിന് വരുന്നത് അല്ലേ. അപ്പോൾ ഓരോന്നും ഓരോ രീതിയിലാണ് ഇതാവുന്നത്. നമ്മൾ കഷ്ടപ്പാടായാലും നമ്മളവരെ നോക്കുന്ന രീതിയായാലും എല്ലാം ഡിഫറെൻ്റാണ്. ഒരു ദിവസം കണ്ട പോലെയല്ല 2 ദിവസം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഗാർഡനിൽ കാണുന്ന സമയത്ത് ആ ഒരു ഡെവലപ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പോൾ പീച്ചിങ്ങ ആയിക്കോട്ടെ, മത്തനായിക്കോട്ടെ, അതേമാതിരി തന്നെ ചൊരക്ക ആയിക്കോട്ടെ, ഇലകളായിക്കോട്ടെ, അതേമാതിരി നമ്മുടെ എന്താണ് പറയുക, ഇലകൾ പല വിധത്തിലുള്ളത്, അതേമാതിരി വഴുതിനിങ്ങ, പച്ചമുളക്, തക്കാളി എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും, ചീര, എല്ലാ സംഭവങ്ങളും നന്നായിട്ട് വളർന്ന് കാണുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന സന്തോഷം ഒരു ലെവൽ വേറെ തന്നെയാണ്. സോ 2 സൈഡും ഇപ്പോൾ നന്നായി വളർന്നു തുടങ്ങിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ സൂര്യകാന്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം അത് നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും എടുക്കണം. ആവുന്നതേ ഉള്ളൂ, ഇപ്പോൾ ഒന്ന് ചെടി വലുതായി തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് ബ്രൊക്കോളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആഫ്രിക്കൻ കേൽ, അതായത് അവർ പറയുന്ന സുക്കുമ എന്ന് പറയുന്നതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് സൂസൻ കഴിക്കുന്ന ഒരു സംഭവമാണ് സുക്കുമ. അപ്പോൾ അതും കൂടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരുടെ സ്റ്റേപ്പിൾ ഡയറ്റാണത്. അപ്പോൾ നമുക്ക് കുറച്ച് പീച്ചിങ്ങ കിട്ടി, കുറച്ചല്ല, ഒരു പീച്ചിങ്ങ. അപ്പോൾ ആ ഒരു പീച്ചിങ്ങ എടുത്തു. അതേമാതിരി തന്നെ കുറച്ച് വെണ്ടയ്ക്ക, പിന്നെ പച്ചമുളക്, നീളം പച്ചമുളക്, ഉണ്ട പച്ചമുളക്, ഇതൊക്കെയാണ് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
അതെല്ലാം തന്നെ നമ്മൾ എടുത്തു. അതും നല്ല നല്ല എരിവുള്ള പച്ചമുളക്, ഉണ്ട പച്ചമുളക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൈര് മുളകായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അതൊക്കെ നമ്മൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് വലിയ ഡിഫറൻസ് തോന്നിക്കുന്നില്ല. ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ഗാർഡനിലുള്ള വ്യത്യാസം നോക്കൂ, അങ്ങോട്ട് വളർന്ന് പന്തലിക്കുകയാണ്. ആൻഡ് എല്ലാത്തിലും പൂടാൻ തുടങ്ങി. ഇത് നിങ്ങൾ കാണുന്നത് ചൊരക്കയുടെ പൂവാണ്, വെള്ള. അതേമാതിരി തന്നെ മത്തൻ്റെ പൂവും അതേമാതിരി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ബ്യൂട്ടിഫുള്ളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നും. അതേമാതിരി തന്നെ നമ്മുടെ പീച്ചിങ്ങയുടെ പൂവാണ് ഇത് നിങ്ങൾ കാണുന്നത്. ആൻഡ് പീച്ചിങ്ങയൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഇതാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോന്നിൻ്റെ പൂവും ഇങ്ങനെ ചില സമയങ്ങളിൽ രാത്രിയൊക്കെ കാണുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കേട്ടോളൂ. അപ്പോൾ ഓരോന്നും ഞാൻ ഇങ്ങനെ കിടന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ, ഒരു പ്രിൻസിപ്പിൾ നടന്ന് നോക്കണ പോലെയാണ് എൻ്റെ ഗാർഡൻ. എല്ലാ 3 മണിക്കൂർ കൂടുമ്പോഴും ഞാൻ പോയി നോക്കുക. ബിക്കോസ് ഒരാളെ ഞാൻ എന്താണ് പറയുക, വെള്ളം കൊടുക്കാൻ കൂടിയിട്ട് ഞാൻ ഒരാളെ ഏൽപ്പിക്കാത്ത ഒരാളാണ്. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുക. അതുകൊണ്ട് തന്നെ വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള കാര്യമാണ്. ജോലി തിരക്കിൻ്റെ ഇടയിൽ ഇതിനെങ്ങനെ സമയം കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊരു കഷ്ടമായിട്ടുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ നോക്കുക, അവർ നോക്കിയിട്ട് അതിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ എന്നുള്ള രീതിയിൽ നോക്കുന്നത് തന്നെയാണ് അതിന് ബുദ്ധി. ഇനി ഇതിലൊരു കാര്യം നമ്മൾ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ കാര്യങ്ങളെല്ലാം ഗ്രീൻ ലൈഫ് ഫാമിംഗ് എന്ന് പറയുന്നവരാണ്. അപ്പോൾ സുധീഷ് ഗുരുവായൂർ എന്ന് പറയുന്നവരാണ് ഇത് നമുക്ക് വിത്തായിക്കോട്ടെ, ഇതിനെ നമുക്ക് ചെയ്യാനുള്ള സഹായമായിക്കോട്ടെ, അത് നമുക്ക് പ്ലാന്റേഷൻ ചെയ്യാനുള്ളത് നല്ല നല്ല രീതിയിൽ വളർത്താനായിക്കോട്ടെ, ഇതൊക്കെ സഹായിക്കുന്നത് സുധീഷ് ഏട്ടനാണ്. ആൻഡ് അവരുടെ ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു സംഭവമാണ്. അവർ വന്ന് എല്ലാ ആഴ്ചയും നമ്മളെ വന്നിട്ട് ഗൈഡ് ചെയ്യും, അത് നോക്കും, അവർ അതെങ്ങനെയാണ് അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ട് പോകണമെന്നൊക്കെ നോക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകാം. അവർ ആഴ്ചയിൽ ഒരിക്കൽ വന്ന് നോക്കണ സമയത്ത് ഒരു ഡോക്ടർ വന്ന് നോക്കണ പോലെയാണ്. അപ്പോൾ നമുക്ക് വല്ല പരാതികളുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിന് വേണ്ട സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വെള്ളം കൊടുക്കാറുള്ളത്. ശരിക്കും ഒരു മഴ തട്ടണ പോലെയാണ് ഞാൻ വെള്ളം കൊടുക്കാറുള്ളത്. അല്ലാണ്ട് ഷൂന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കുത്തനെ അങ്ങോട്ട് ഒഴിക്കാറല്ല പതിവ്. അവർക്ക് എപ്പോഴും ഇങ്ങനെ ഇലയിൽ തൊട്ട് എല്ലാത്തിലും വെള്ളം തട്ടണ പോലെ തന്നെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവാറുള്ളത്. ഇപ്രാവശ്യം പീച്ചിങ്ങ നന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് ചൊരക്കെ അങ്ങോട്ട് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത കായ്ക്കലാണ്. അതാണ് എനിക്കൊരു വല്ലാത്തൊരു പേടി. എന്താ വെച്ചാൽ കഴിഞ്ഞ കൊല്ലം തന്നെ ചൊരക്ക കൊടുത്ത് ആൾക്കാർ എന്നെ കണ്ട ആൾക്കാർ വെറുക്കാൻ തുടങ്ങി. ഇത് കണ്ടോ മത്തൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൊരക്ക കൊടുത്ത് ആൾക്കാർ എൻ്റെ അടുത്ത് കോവയ്ക്കയും ചൊരക്കയും കൊടുത്ത് ആൾക്കാർ എന്നെ കാണുമ്പോൾ പറയാൻ തുടങ്ങിയത് വിനി വേണ്ടാട്ടുള്ളൂ എന്ന്. പിന്നെ ഞാൻ ഓർഗാനിക് ഫാമിങ്ങിലേക്ക് ഞാൻ വിൽക്കാൻ തുടങ്ങി. എന്താ വെച്ചാൽ എനിക്ക് വേണ്ടത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 40-30 കിലോ ഞാൻ എന്താ ചെയ്യുക? ഞാൻ എവിടെ കൊണ്ടുപോയിട്ട് ആർക്കാ കൊടുക്കുക? ഒരാൾക്ക് വേണ്ട ഈ സാധനം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ ഫാമിങ്ങിന് വന്നിട്ട് ഓർഗാനിക് ഫാമിങ് ചെയ്തിട്ട് എടുത്തിട്ട് പോകുന്നവരുണ്ട്, അവർക്ക് ഞാൻ വിൽക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഞാൻ 2 കൊല്ലം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇപ്രാവശ്യം ചൊരക്കയുടെ പോക്ക് കാണുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. എന്താ വെച്ചാൽ അവരെ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഞാനൊരു സബ്ബായിട്ടുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ്. നമ്മളിപ്രാവശ്യം വഴുതിനിങ്ങ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ചെറിയ തക്കാളികൾ നമുക്കിപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ചോപ്പ് ആവുന്നേ ഉള്ളൂ, എടുക്കാൻ തുടങ്ങിയിട്ടില്ല. സലാഡിനുള്ളത് ഇപ്പോൾ തൽക്കാലം നമ്മൾ ആ ചോപ്പ് ആവാൻ വേണ്ടിയിട്ട് വിട്ട് വെച്ചിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ആ ഒരു എന്താണ് പഴുക്കാത്തതിന് മുമ്പ് പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വാദിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പഴുക്കാൻ വേണ്ടിയിട്ട് അലൗ ചെയ്തിരിക്കണം. പക്ഷേ എല്ലാം നല്ല രീതിയിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കണം. പിന്നെ എന്താണ് പറയുക, വെണ്ടയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ഒരു വെണ്ടയ്ക്ക കിട്ടി. അപ്പോൾ ഒന്നാണെങ്കിലും ഞാൻ അപ്പോൾ എടുക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ അതിൽ തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. പിന്നെ ഞാൻ നല്ലോണം ചീര എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇന്ന് ഈ ഒരു ചീര കൊണ്ട് നമുക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് സൂസൻ പറഞ്ഞത്, അല്ല മമ്മ കുറേ ദിവസമായി സുക്കുമയും കഴിച്ചിട്ട്, അപ്പോൾ നമുക്ക് സുക്കുമയും ക്യാബേജിൻ്റെ ഇലയും ബ്രൊക്കോളിയുടെ ഇലയും എല്ലാം കൂടി ഇട്ടിട്ട് ഈ ഒരു ചീരിയും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊരു ഒരുമിച്ചിട്ട് ആഫ്രിക്കൻ രീതിയിൽ ഒരു സാധനം വെക്കാം. നമുക്ക് അവരുടെ ആഫ്രിക്കൻ രീതിയിൽ സുക്കുമ വെക്കുന്ന പോലെ നമുക്ക് വെക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എന്നാൽ പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, ഞാനും അവളും മാത്രമേ ഇഷ്ടപ്പെട്ട് കഴിക്കാറുള്ളൂ.
അപ്പോൾ എന്നാൽ പിന്നെ അതിന് നടത്താം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ചീര നമ്മുടെ ചുവപ്പ് ചീരയും പച്ച ചീരയും ഞാൻ കൊണ്ടുവച്ചു. അപ്പോഴാണ് അവൾ വന്നിട്ട് പറഞ്ഞത് എന്നാൽ പിന്നെ ഇതിനും കൂടി വലിച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അവരുടെ അവിടെയൊക്കെ ഏക്കർ കണക്കിന് കൃഷിയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഇതാണ് അവരുടെ ദിവസവും കഴിക്കുന്ന ഒരു സാധനം. ഇത് കെയിലാണ്. കെയിൽ എന്ന് പറയുന്ന ഒരു ലീഫാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി എന്താണ് പറയുക, ഹെൽത്തി പാർട്ട് എന്നുള്ളത് സൂപ്പർ ഫുഡ് എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കട്ടെ. അത് പക്ഷേ വീട്ടിൽ വളരുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സെക്ഷൻ തന്നെ വളർത്തി വെച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇത് അവരുടെ സ്റ്റേപ്പിൾ ഡയറ്റാണ്. അവർക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. ഇത് അവർക്ക് കിട്ടാതെ എവിടേക്കൊക്കെയോ പോയിട്ട് ദുബായിൽ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് അവർക്ക് വേണ്ടി ഞാൻ വളർത്തിയ ഒരു സെക്ഷനാണ്. സോ ഇത് ബ്രോക്കോലിയാണ്. അപ്പോൾ ബ്രോക്കോലിയുടെ ഇലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതേമാതിരി ക്യാബേജിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ ക്യാബേജിൻ്റെ ഇലയും ബ്രോക്കോലിയുടെ ഇലയും സുക്കുമയുടെ ഇലയും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ചേർത്ത് പൊറിച്ച് വെച്ചിരുന്ന മറ്റേ 2 ചുവപ്പ് ചീരയും പച്ച ചീരയും ഒക്കെ കൂടി ഇട്ടിട്ട് പിന്നെ ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു അനുഗ്രഹമാണ് കേട്ടുള്ളൂ. ഈശ്വരൻ നമുക്ക്, ഭൂമിദേവി നമുക്ക് അനുഗ്രഹിച്ച് തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വിളവെടുപ്പ് എടുക്കാൻ പറ്റുക, നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വിളഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് വൈബായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ. ബിക്കോസ് ആ മണ്ണ്, ആ ഒരു പോസിറ്റീവ്നെസ് നമുക്ക് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര വെച്ചാലും നിങ്ങൾക്ക് ഇതൊന്നും കായ്ക്കുന്ന പ്രശ്നമില്ല. അതിനെ എങ്ങനെ നമ്മൾ നോക്കി പരിചരിച്ചാലും കൂടിയിട്ട് ആ ഒരു നല്ലൊരു അന്തരീക്ഷം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും നല്ല രീതിയിൽ നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. സോ എല്ലാം നമ്മൾ ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട്, ആ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ കൊണ്ടു നടത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇത് നമുക്ക് വളരെ പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും വിചാരിക്കും എന്താണ് നമ്മളുടെ ആ ടെൻഷൻ ഒരു റിലീസിങ്, അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് നമുക്ക് ആ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു റിലാക്സ്മെൻറ്റ് കിട്ടുക എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ്. എൻ്റെ പൂച്ചകൾ, എൻ്റെ വീട്ടിലത്തെ പൂജ, അതേമാതിരി തന്നെ ഞാൻ ചെയ്യുന്ന പൂജകൾ, എൻ്റെ വീട്ടിൽ ഉണ്ടാവുന്ന ഈ പ്ലാന്റ്സ്, അതേമാതിരി തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു എന്താണ് പറയുക പോസിറ്റീവ് അപ്രോച്ച്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വളരെ ഡിഫറെൻറ്റ് ഫീല് നമുക്ക് തരും. അവരിങ്ങനെയാണ് മുറിക്കാട്ടുള്ളൂ. എനിക്ക് ആ ഒരു ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. അവർ മുറിക്കുന്ന രീതി കാണാൻ. ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങോട്ട് ചെത്തുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുന്നയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിച്ചു കുഴപ്പമില്ല, നിർബന്ധിച്ചാൽ കഴിക്കുന്നേ ഉള്ളൂ. പിന്നെ കണ്ണേട്ടനും കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരുപാട് വിശേഷങ്ങളുമായി നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്ഡേറ്റ്സൊക്കെ. അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.